ഹായ് ഹലോ, ഒരു ഗുഡ് ഡേ വ്ളോഗിൻ്റെ അകത്തേക്ക് സ്വാഗതം. കൊമ്പത്തരുന്നേട്ടെ അരുന്നേട്ടെ എൻ്റെ കുറച്ച് ഗോൾഡ് കുറച്ച് പണയം വെച്ചിട്ടുണ്ടായിരുന്നു. എത്ര പൈസക്കാരു? 13 53 70 13 53 ബില്ല് ഇപ്പോഴാണ് എടുത്ത് നോക്കുന്നത് എത്രയാന്നുള്ളത്. കൊടുക്കാൻ അറിയില്ലല്ലോ. 70,331 അങ്ങാണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് എന്തോ കാക്ക മലന്ന് പറഞ്ഞിട്ടാണോ മഴ പെയ്തിട്ടാണോന്ന് അറിയില്ല, തിരിച്ചെടുത്ത് തരാന്ന് പറഞ്ഞു. എൻ്റെ പൊന്നോ, സന്തോഷം കൊണ്ട് എനിക്ക് നിൽക്കുകയും നടക്കുകയും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി. അപ്പം അതെടുക്കാൻ പോവുകയാണ് ഗൈസ്. കിട്ടൂലെന്ന് വിചാരിച്ച സാധനം കിട്ടുമ്പം ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ. ഒന്നുമില്ല ഉണ്ടായി. ഹലോ, ഒന്നുമില്ല ഉണ്ടായി. അപ്പോൾ HDFC പോയിട്ട് പൈസ എടുക്കണവന്, എന്നിട്ട് ചെമ്മണ്ണൂരിൽ പോയിട്ട് നമ്മളെ ചെമ്മണ്ണൂരളി ഉണ്ടല്ലോ, ബോബിച്ചേട്ടൻ്റെ ബാങ്കിലാണ് വെച്ചത്. അതെന്താ വെച്ചാൽ അവിടുത്തെ ഒരു ചേച്ചിയായിട്ട് എനിക്ക് പരിചയമുണ്ട്. അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് അടയ്ക്കണമെങ്കിലോ അതിലേക്ക് പൈസ കൂട്ടി അടയ്ക്കണമെങ്കിലോ ഒക്കെ ഞാൻ എന്താക്കും, ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കും. അതുകൊണ്ട് അപ്പം അങ്ങനെ അവിടെ കൊടുത്തതാണ്, അല്ല അവിടെ വെച്ചതാണ്. അപ്പോൾ അതെടുക്കാൻ പോകുന്നൊരു കുഞ്ഞു വ്ളോഗാണ് ഗൈസ്. കാണിച്ചു തരാം കേട്ടോ. ATM കാർഡ് ഞാനും എടുത്തില്ല, ഫോണും എടുത്തില്ല. വയ്യേക്ക് അക്കൗണ്ടിൽ നിന്ന് പൈസ എടുത്തു ഗൈസ്. ചെക്ക് ഉപയോഗിച്ചിട്ട് എടുത്തു. രണ്ടാളോട് ഇങ്ങനെ മറന്നു പോയില്ല. എൻ്റെ പേഴ്സ് അകത്തേക്ക് വെച്ച പേഴ്സിലാണ് കാർഡുകളൊക്കെ ഉള്ളത്. മറ്റെൻ്റെ അക്കൗണ്ടിലേക്ക് ആക്കി ട്രാൻസ്ഫർ ചെയ്യായിരുന്നു. പിന്നെ അല്ല, ട്രാൻസ്ഫർ ചെയ്തിട്ട് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് എടുക്കായിരുന്നു. അതും പറ്റിയില്ല. വയ്യേക്ക് വണ്ടി ചെക്ക് ഉണ്ടായിരുന്നു. ടിക്കറ്റ് എടുക്കുന്നു, ലോട്ടറിക്കാരൻ ടിക്കറ്റ് എടുക്കാൻ. നമുക്ക് ഭാഗ്യം കൊണ്ട് നടക്കാൻ പറ്റാണ്ടിരിക്കുക. എന്നപ്പോൾ ലോട്ടറി കൂടി അടിച്ചാൽ ശരിയാവില്ല. ഇതെന്താ ഇത്ര തിരക്കെന്നറിയോ? പിഷാരിയാവിലെ ഉത്സവം, ഭയങ്കര ബ്ലോക്ക്. എന്താന്ന് മനസ്സിലായില്ല. പിഷാരിയാവിലെ ഉത്സവമാണ്. 3 ദിവസം അല്ല, ലാസ്റ്റ് 3ാമത്തെ ദിവസം. ഇനി 3 ദിവസം കൂടി ഉള്ളു. എന്നോ തുടങ്ങിക്കല്ലേ പിഷാരിയാവില്? ഞാൻ പറഞ്ഞില്ല, അമ്മ പറഞ്ഞത്. ഇല്ല, അച്ഛൻ സമ്മതിച്ചില്ല എന്നാണ്. അപ്പോൾ പിഷാരികാവ് എന്ന് പറയുന്നത് കൊയിലാണ്ടി ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലമാണ്. അപ്പോൾ അവിടെ ഉത്സവമാണ്. അപ്പോൾ ഭയങ്കര ബ്ലോക്ക്. മെയിൻ റോഡ് സൈഡിലാണ് അമ്പലം. വളരെയധികം ബ്ലോക്കാണ് ഗൈസ്. ഏതായാലും ഗോൾഡ് എടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ സാധനം എടുത്തു, കൊടുത്തു. സമാധാനം. അപ്പൊ ഇതെന്തൊക്കെയാ സാധനം എന്ന് ചോദിച്ചാൽ, എൻ്റെ മോൾക്ക് ഒരു കൈപ്പത്തി ഉണ്ടായിരുന്നു. അപ്പം അവളുടെ ഒരു കൈപ്പത്തി അവളൊരുപാട് ആഗ്രഹിച്ചത് കൊണ്ട് ഞാൻ മേടിച്ചു കൊടുത്തു. ഈ ഒരു ചെയിൻ നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവില്ല. പിന്നെ ഈ ഒരു ചെയിൻ സെയിം ചെയിനാട്ടോ, അതെ കഴുത്തിൽ സെയിം സാധനം. അപ്പോൾ കുറച്ച്
കുറച്ച് ഒരു മാറ്റവും ഇല്ല, ലോക്കറ്റ് മാറ്റമെന്നല്ലാണ്ട്. അപ്പോൾ അത് പോയി സീറ്റിൻ്റെ ഉള്ളിൽ പോയി. കയ്യിൽ നിന്ന് സ്ലിപ്പായി പോയി. അപ്പം ഇത് രണ്ടുമായിരുന്നു വെച്ചത്. അങ്ങനെ ഇത് എടുത്തു. ഇനി ഞാൻ വെക്കത്തില്ലല്ലോ എന്ന് വിചാരിക്കുക. ഒടുവൊക്കെ എന്തോ മാതിരി കൈ സുഖമില്ലാത്തോട്ട് തല നനച്ചില്ല. അപ്പം അങ്ങനെയാണ്, എല്ലായിടത്തും ബ്ലോക്കാണ്. ഞാൻ പറഞ്ഞില്ലേ പിഷാരികാവിലെ ഉത്സവമായതുകൊണ്ട് ഇപ്പോൾ കുടുക്ക് വൈക്കൂടിയൊക്കെയാണ് അണ്ണൻ വണ്ടി എടുക്കുന്നത്. അപ്പം ബാങ്കിലെ വിശേഷങ്ങൾ ഇത്ര മാത്രം. ഒരു കാര്യം പറയലുണ്ട്, ദൈവം എന്നെ വല്ലാണ്ടങ്ങ് പരീക്ഷിക്കുന്നുണ്ട്. നമ്മളെ ഓരോരോ കടബാധ്യതകൾ തീർത്തു തരുമ്പം അത് പരീക്ഷണമല്ല, അനുഗ്രഹമാണ് എന്നുള്ളത് ചിലർക്കത് മനസ്സിലായിട്ടില്ല. വല്ലാത്തൊരു കഷ്ടം തന്നെയല്ലേ. ഏതൊരു എന്താ വണ്ടിയും കൊണ്ട് മറ്റേ നമ്മളെ മന്ത്രി പറഞ്ഞതിൻ്റെ അതിരി വണ്ടി ഓടിച്ചിട്ട് കാര്യമില്ല, കൈകാര്യം ചെയ്യാൻ അറിയണം. അപ്പുറം ഒരുപാട് സ്ഥലം ഉണ്ടായിട്ടും അപ്പുറത്തേക്ക് അടുപ്പിക്കാണ്ട് ഇപ്പുറത്തേക്കാക്കുക, കൈകാര്യം ചെയ്യാൻ അറിയണം. എന്നിട്ടും വിശ്വാസമില്ലാഞ്ഞിട്ട് ആളിറങ്ങി നോക്കിയേക്കാ ചെയ്യുന്നത്. ഏതായാലും ബൈ ഓക്കെ.